BBY-ITയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് ഡ്രോയിങ്സ് എന്ന മൊഡ്യൂളിലെ സബ്മിറ്റഡ് ഇൻ കമ്പോസിഷൻ ഓഫ് ഡ്രോയിങ് എന്ന ഒരു ചെറിയ സെക്ഷനാണ്. ഈ ഒരു സെക്ഷനിൽ പറയുന്നത് പ്ലാന്, സെക്ഷൻ, എലിവേഷൻ എന്നതിനെ കുറിച്ചുള്ളൊരു ചെറിയ എക്സ്പ്ലനേഷനാണ്. ഫസ്റ്റ് പറയുന്നത് പ്ലാൻ, സെക്ഷൻ ആൻഡ് എലിവേഷൻ ഓഫ് ബിൽഡിംഗ്. 3 kinds of drawings are commonly used to illustrate buildings. They are plans, sections and elevations. ഒരു ബിൽഡിങ്ങിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 3 രീതിയിലുള്ള ഡ്രോയിങ്സ് ആണ് വരുന്നത്. പ്ലാന്, സെക്ഷൻ ആൻഡ് എലിവേഷൻസ്. All of these are drawn directly from measurements of the building, so they are more straightforward to do than perspective drawings. ബിൽഡിങ്ങിൻ്റെ മെഷർമെൻറ്റിൽ നിന്നാണ് ഈ 3 എണ്ണവും തയ്യാറാക്കുന്നത്. ഈ ഒരു ചിത്രം നോക്കുക. പ്രാക്ടിക്കൽ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണിത്. ഇവിടെ എങ്ങനെയാണ് പ്ലാന്, സെക്ഷൻ, എലിവേഷൻ വരയ്ക്കുന്നത് എന്ന കാര്യമായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. നമുക്കറിയാം, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സില്ലവലിലൂടെ കട്ട് ചെയ്ത് മുകളിലത്തെ പോർഷൻ മാറ്റിയാൽ കിട്ടുന്ന ഭാഗം, അതിനെയാണ് പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടെ സെക്ഷൻ കട്ട് ചെയ്ത് വേർട്ടിക്കലി സെക്ഷൻ കട്ട് ചെയ്ത് നോക്കിയാൽ കിട്ടുന്നതിനെയാണ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഡ്രോയിങ് വരയ്ക്കുന്നത് പോലെ പ്ലാന്, ദെൻ അതിൻ്റെ റൈറ്റ് സൈഡിൽ സെക്ഷൻ, ഈ പ്ലാന് നേരെ മുകളിലായിട്ടാണ് ഫ്രണ്ട് എലിവേഷൻ വരയ്ക്കുന്നത്. ഈ ഒരു രീതിയിലാണ് സാധാരണ പ്ലാൻ, സെക്ഷൻ ആൻഡ് എലിവേഷൻ വരയ്ക്കുന്നത്. ഓൾവേസ് ദ ബിൽഡിങ്സ് ആർ ഡ്രോൺ ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആസ് ഷോൺ. ബിൽഡിങ്സിൻ്റെ ഡ്രോയിങ്സ് വരയ്ക്കുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലാണ്. അതായത് പ്ലാന്, സെക്ഷൻ, എലിവേഷൻ. ഈ ഒരു സിമ്പലാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. The next plan. A plan drawing shows what you would see if you sliced through the building horizontally, lifted off the top part and looked down. ഒരു പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയ ബിൽഡിങ്ങിനെ ഹൊറിസോണ്ടലി സ്ലൈസ് ചെയ്തിട്ട് മുകളിലെ ഭാഗം റിമൂവ് ചെയ്തിട്ട് താഴേക്ക് നോക്കുന്ന വ്യൂ ആണ് പ്ലാൻ. ദ കട്ട് ഈസ് യൂഷ്വലി മെയ്ഡ് ജസ്റ്റ് അബോവ് ദി ലെവൽ ഓഫ് ദി വിൻഡോ സിൽസ്. വിൻഡോ സിൽ ലെവലിന് മുകളിലായിട്ടാണ് കട്ട് ചെയ്യുന്നത്. എ സെപ്പറേറ്റ് പ്ലാൻ ഈസ് യൂഷ്വലി മെയ്ഡ് ഫോർ ഈച്ച് സ്റ്റോറി ഓഫ് ദി ബിൽഡിങ്സ്. ഒന്നിൽ കൂടുതൽ സ്റ്റോറീസ് വരികയാണെങ്കിൽ ആ ഓരോ സ്റ്റോറിയുടെയും സെപ്പറേറ്റ് പ്ലാൻ തയ്യാറാക്കണം. എനി സോളിഡ് പാർട്ട് ഓഫ് ദി ബിൽഡിംഗ് വിച്ച് ഈസ് കട്ട് ത്രൂ ക്യാൻ ബി കളേർഡ് വിത്ത് ഷെയ്ഡിംഗ് ഓർ ഹാച്ചിങ്. ദിസ് ഈസ് ഷോൺ ഓൺ ദി വാൾസ് ഇൻ ദി ഡ്രോയിങ്. കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഷെയ്ഡിംഗ് അല്ലെങ്കിൽ ഹാച്ചിങ് യൂസ് ചെയ്ത് കാണിക്കണം. അത് ആ ഡ്രോയിങ്ങിലെ വാൾസിലാണ് കാണിക്കുന്നത്. ഇതിലെ ഈ ഒരു പ്ലാനിൽ ഈ വാളിന്റെ കട്ട് ചെയ്ത ഭാഗങ്ങളിലെല്ലാം ഹാച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് subdivisional or layout plan. In the case of development work, the notice shall be accompanied by the subdivision or layout plan, which shall be drawn on a scale of not less than 1:500, containing the following. Development workന്റെ കേസിൽ തയ്യാറാക്കുന്നതാണ് subdivisional or layout plan. ഇത് 1:500 സ്കെയിലിൽ കുറയാത്ത രീതിയിലാണ് വരയ്ക്കുന്നത്. ഇതിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. സ്കെയിൽ യൂസ്ഡ് ആൻഡ് നോർത്ത് പോയിന്റ്. ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ സ്കെയിൽ കാണിക്കണം. അതുപോലെ നോർത്ത് ഡയറക്ഷൻ കാണിക്കണം. ദ ലൊക്കേഷൻ ഓഫ് ഓൾ പ്രപ്പോസ്ഡ് ആൻഡ് എക്സിസ്റ്റിംഗ് റോഡ്സ് വിത്ത് ദയർ എക്സിസ്റ്റിംഗ് പ്രപ്പോസ്ഡ് പ്രിസ്ക്രൈബ്ഡ് വിഡ്ത്ത് വിത്തിൻ ദി ലാൻഡ്. അതുപോലെ അവിടെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റോഡിൻ്റെ ലൊക്കേഷൻ കാണിക്കണം. ആ ഒരു ലാൻഡിനുള്ളിൽ വരുന്ന അതിൻ്റെ വിഡ്ത്ത് കാണിക്കണം. Dimensions of plot along with building lines, showing the setbacks with dimensions with each plot. then അതുപോലെ പ്ലോട്ടിൻ്റെ ഡയമെൻഷൻസ്, സെറ്റ് ബാക്സ് ഇതെല്ലാം കാണിക്കണം. ദ ലൊക്കേഷൻ ഓഫ് ഡ്രെയിൻസ്, സീവേഴ്സ്, പബ്ലിക് ഫെസിലിറ്റീസ് ആൻഡ് സർവീസ് ആൻഡ് ഇലക്ട്രിക്കൽ ലൈൻസ് എക്സെട്ര. ഡ്രെയിൻസ്, സീവേഴ്സ്, പബ്ലിക് ഫെസിലിറ്റീസ്, സർവീസ് ആൻഡ് ഇലക്ട്രിക്കൽ ലൈൻസിൻ്റെ ലൊക്കേഷൻ. ദെൻ ടേബിൾ ഇൻഡിക്കേറ്റിംഗ് സൈസ്, ഏരിയ ആൻഡ് യൂസ് ഓഫ് ഓൾ ദി പ്ലോട്ട്സ് ഇൻ ദി സബ്ഡിവിഷണൽ ഓർ ലേഔട്ട് പ്ലാൻ. ഈ സബ്ഡിവിഷണൽ ഓർ ലേഔട്ട് പ്ലാനിൽ അടങ്ങിയിട്ടുള്ള എല്ലാ പ്ലോട്ടിൻ്റെയും ഏരിയ, സൈസ് അടങ്ങിയിട്ടുള്ള ഒരു ടേബിൾ കാണിക്കണം. അതുപോലെ സൈറ്റിൻ്റെ ടോട്ടൽ ഏരിയ, പാർക്ക്, പ്ലേ ഗ്രൗണ്ട്സ്, റിക്രിയേഷൻ സ്പേസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഓപ്പൺ സ്പേസസ്, റിക്രിയേഷൻ സ്പേസസ്, സ്കൂൾസ്, ഷോപ്പിംഗ് ആൻഡ് പബ്ലിക് പ്ലേസസ്. ദെൻ ആ സൈറ്റിൻ്റെ ടോട്ടൽ ഏരിയയുടെ എത്ര പെർസെൻറ്റേജ് ആണ് ഈ ഒരു പ്ലേസ് വരുന്നത്, ഈ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ ആക്സസ് ടു ദി സബ് ഡിവിഷൻ ഫ്രം എക്സിസ്റ്റിംഗ് സ്ട്രീറ്റ്സ്. എക്സിസ്റ്റ് ചെയ്യുന്ന സ്ട്രീറ്റിൽ നിന്നും ആ സബ് ഡിവിഷനിലേക്ക് വരുന്ന ആക്സസ്. ദ വിഡ്ത്ത് ഓഫ് ദി സ്ട്രീറ്റ് ഇൻ ഫ്രണ്ട് ആൻഡ് ഓഫ് ദി സ്ട്രീറ്റ് അറ്റ് ദി സൈഡ് ഓർ നിയർ ദി ബിൽഡിങ്സ്. അതുപോലെ ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ വരുന്ന അല്ലെങ്കിൽ സൈഡിൽ അടുത്ത് വരുന്ന സ്ട്രീറ്റിൻ്റെ വിഡ്ത്ത്. ദ ഡയറക്ഷൻ ഓഫ് നോർത്ത് പോയിന്റ് റിലേറ്റീവ് ടു ദി പ്ലാൻ ഓഫ് ദി ബിൽഡിങ്സ്. ബിൽഡിങ്ങിൻ്റെ പ്ലാനിനെ റിലേറ്റ് ചെയ്ത് വരുന്ന നോർത്ത് പോയിന്റിൻ്റെ ഡയറക്ഷൻ. എനി ഫിസിക്കൽ ഫീച്ചേഴ്സ് സച്ച് ആസ് വെൽസ്, ഡ്രെയിൻസ് എക്സെട്ര ആൻഡ് സച്ച് അതർ പെർട്ടിക്കുലേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദി അതോറിറ്റി. അതുപോലെ വെൽസ്, ഡ്രെയിൻസ് പോലെയുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്നീ കാര്യങ്ങളെല്ലാം ഒരു സബ് ഡിവിഷണൽ ഓർ
ലേഔട്ട് പ്ലാനിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ബിൽഡിംഗ് പ്ലാൻ ആൻഡ് ഡീറ്റെയിൽസ്. ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ എലിവേഷൻ സെക്ഷൻ സാധാരണ 1:100 എന്ന സ്കെയിലാണ് വരയ്ക്കുന്നത്. ദ പ്ലാൻസ് ആൻഡ് ഡീറ്റെയിൽസ് ഷോൾ ഇൻക്ലൂഡ് ഫ്ലോർ പ്ലാൻസ് ഓഫ് ഓൾ ഫ്ലോർസ് ടുഗദർ വിത്ത് ദി കവേർഡ് ഏരിയ ക്ലിയർലി ഇൻഡിക്കേറ്റിംഗ് ദ സൈസ് ആൻഡ് സ്പേസിംഗ് ഓഫ് ഓൾ ഫ്രെയിമിംഗ് മെമ്പേഴ്സ് ആൻഡ് സൈസസ് ഓഫ് റൂംസ് ആൻഡ് ദ പൊസിഷൻ ഓഫ് സ്റ്റെയർ കേസസ്, റാംസ് ആൻഡ് ലിഫ്റ്റ് വെൽസ്. എല്ലാ ഫ്ലോറിൻ്റെയും ഫ്ലോർ പ്ലാൻസ് ഉണ്ടായിരിക്കണം. ഫ്ലോർ പ്ലാൻസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ കവേർഡ് ഏരിയ പ്രൊവൈഡ് ചെയ്യണം. ദെൻ റൂമിൻ്റെ സൈസ്, സ്റ്റെയർ കേസ്, റാമ്പ്, ലിഫ്റ്റ് വെല്ലിൻ്റെ എല്ലാം പൊസിഷൻ കാണിക്കണം. ദെൻ ഷോ ദി യൂസ് ഓർ ഓക്യുപ്പൻസി ഓഫ് ഓൾ പാർട്സ് ഓഫ് ദി ബിൽഡിംഗ്. ദെൻ ആ ബിൽഡിങ്ങിൻ്റെ എല്ലാ പാർട്ടിൻ്റെയും യൂസ്, ഓക്യുപ്പൻസി കാണിക്കണം. ഷോ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് എസെൻഷ്യൽ സർവീസസ്, ഫോർ എക്സാമ്പിൾ വാട്ടർ ക്ലോസറ്റ്, സിങ്ക്, ബാത്ത് ആൻഡ് ദി ലേക്ക്. അതുപോലെ വാട്ടർ ക്ലോസറ്റ്, സിങ്ക്, ബാത്ത് പോലെയുള്ള എസെൻഷ്യൽ സർവീസിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ കാണിക്കണം. ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് 1 സെക്ഷൻ ത്രൂ ദി സ്റ്റെയർ കേസ്. സ്റ്റെയർ കേസുള്ള പ്ലാൻ ആണെങ്കിൽ സ്റ്റെയർ കേസിലൂടെ അറ്റ്ലീസ്റ്റ് ഒരു സെക്ഷനെങ്കിലും കാണിക്കണം. അതുപോലെ ഇതിൻ്റെ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്സ് കാണിക്കുന്ന സെക്ഷൻസിൽ ഫൂട്ടിങ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, ടൈപ്പ്, ഫൗണ്ടേഷൻസ്, ബേസ്മെൻറ്റ് വാൾസ്, സ്ട്രക്ചറൽ ലോഡ് ബിയറിംഗ് വാൾസ്, കോളംസ് ആൻഡ് ബീംസ്, വാൾസ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, സ്പേസിംഗ് ഓഫ് ഫ്രെയിമിംഗ് മെമ്പേഴ്സ്, ഫ്ലോർ സ്ലാബ്സ്, റൂഫ് സ്ലാബ്സ്, പിന്നെ അതിൻ്റെ മെറ്റീരിയൽസ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ഷോ ഓൾ സ്ട്രീറ്റ് എലിവേഷൻസ്. സ്ട്രീറ്റിൻ്റെ എലിവേഷൻസ് കാണിക്കണം. ഗീവ് ഡയമെൻഷൻസ് ഓഫ് ദി പ്രൊജക്റ്റഡ് പോർഷൻസ് ബിയോണ്ട് ദി പെർമിസിബിൾ ബിൽഡിംഗ് ലൈൻ. ദെൻ ബിൽഡിംഗ് ലൈനിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന പ്രൊജക്റ്റഡ് പോർഷൻസിൻ്റെ ഡയമെൻഷൻ കാണിക്കണം. ഇൻക്ലൂഡ് ടെറസ് പ്ലാൻ ഇൻഡിക്കേറ്റിംഗ് ദി ഡ്രെയിനേജ് ആൻഡ് സ്ലോപ്പ് ഓഫ് ദി റൂഫ്. അതുപോലെ റൂഫിൻ്റെ സ്ലോപ്പും ഡ്രെയിനേജും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടെറസ് പ്ലാൻ കാണിക്കണം. ഗീവ് ഇൻഡിക്കേഷൻസ് ഓഫ് ദി നോർത്ത് പോയിന്റ് റിലേറ്റീവ് ടു ദി പ്ലാൻ. അതുപോലെ നോർത്ത് പോയിന്റ് ഇൻഡിക്കേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ബിൽഡിംഗ് പ്ലാൻ ഫോർ മൾട്ടി സ്റ്റോറേഡ് ഓർ സ്പെഷ്യൽ ബിൽഡിംഗ്സ്. മൾട്ടി സ്റ്റോറേഡ് ഓർ സ്പെഷ്യൽ ബിൽഡിംഗ്സിൻ്റെ ബിൽഡിംഗ് പ്ലാൻ. For all multi-storied buildings which are 15 meter or more in height, and for special buildings like educational, assembly, institutional, industrial, storage and hazards, and mixed occupancies with any of the aforesaid occupancies having covered area more than 500 meter square, the building sanction shall be done in 2 stages. 15 മീറ്ററോ അതിൽ കൂടുതലോ ഹൈറ്റ് വരുന്ന മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്സ്, അതുപോലെ സ്പെഷ്യൽ ബിൽഡിങ്സ് ആയ എഡ്യൂക്കേഷണൽ, അസംബ്ലി, ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഇൻഡസ്ട്രിയൽ, സ്റ്റോറേജ്, ഹസാർഡസ് ബിൽഡിങ്സ്, അതുപോലെ കവേർഡ് ഏരിയ 500 മീറ്റർ സ്ക്വയറിൽ കൂടുതൽ വരുന്ന മിക്സഡ് ഓക്യുപ്പൻസീസ്, ഇവയുടെ എല്ലാം ബിൽഡിംഗ് സാങ്ഷൻ 2 സ്റ്റേജ് ആയിട്ടാണ് ചെയ്യുന്നത്. സ്റ്റേജ് 1 ഫസ്റ്റ് സ്റ്റേജ് ഫോർ പ്ലാനിംഗ് ക്ലിയറൻസ്. ഇതിൽ താഴെ പറയുന്ന അഡീഷണൽ ഇൻഫർമേഷൻസ് ആ ബിൽഡിംഗ് പ്ലാനിനോട് കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ആക്സസ് ഫയർ അപ്ലിയൻസസ്, vehicles with details of vehicular turning circle and clear motorable access way around the building. Fire appliances, access, vehicular turning circle, then ബിൽഡിങ്ങിന് ചുറ്റും വരുന്ന മോട്ടോറബിൾ ആക്സസ് വേ. The next size of main and alternative staircases along with balcony approach, corridor, ventilated lobby approach. Main alternative staircaseന്റെ സൈസ്, അതായത് വീതി, ബാൽക്കണി അപ്രോച്ച്, കൊറിഡോർ, വെന്റിലേറ്റഡ് ലോബി അപ്രോച്ച്, ഈ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കണം. ലൊക്കേഷൻ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ലിഫ്റ്റ് എൻക്ലോഷർ. ലിഫ്റ്റ് എൻക്ലോഷറിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും. ദെൻ നെക്സ്റ്റ് ലൊക്കേഷൻ ആൻഡ് സൈസ് ഓഫ് ഫയർ ലിഫ്റ്റ്. ഫയർ ലിഫ്റ്റിൻ്റെ ലൊക്കേഷനും സൈസും. വെഹിക്കുലാർ പാർക്കിംഗ് സ്പേസസ്, റിഫ്യൂസ് ഏരിയ പ്രൊവൈഡ് ചെയ്യണം. ഡീറ്റെയിൽസ് ഓഫ് ബിൽഡിംഗ് സർവീസസ്, എയർ കണ്ടീഷനിങ് സിസ്റ്റം വിത്ത് പൊസിഷൻ ഓഫ് ഫയർ ഡാമ്പേഴ്സ്, മെക്കാനിക്കൽ വെന്റിലേഷൻ സിസ്റ്റം, ഇലക്ട്രിക്കൽ സർവീസസ്, ബോയിലേഴ്സ്, ഗ്യാസ് പൈപ്സ് എക്സെട്ര. അതുപോലെ ബിൽഡിംഗ് സർവീസസിൻ്റെ ഡീറ്റെയിൽസ്, എയർ കണ്ടീഷനിങ് സിസ്റ്റം, മെക്കാനിക്കൽ വെന്റിലേഷൻ സിസ്റ്റം, ഇലക്ട്രിക്കൽ സർവീസസ്, ബോയിലേഴ്സ്, ഗ്യാസ് പൈപ്പ്. അതുപോലെ അതിലെ എക്സിറ്റിൻ്റെ ഡീറ്റെയിൽസ്, റാമ്പിൻ്റെ എല്ലാം പ്രൊവിഷൻസ്. ലൊക്കേഷൻ ഓഫ് ജനറേറ്റർ, ട്രാൻസ്ഫോമർ ആൻഡ് സ്വിച്ച് ഗിയർ റൂം. ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ഇതിൻ്റെ എല്ലാം ലൊക്കേഷൻ. സ്മോക്ക് എക്സോസ്റ്റർ സിസ്റ്റം. ഡീറ്റെയിൽസ് ഓഫ് ഫയർ അലാം സിസ്റ്റം നെറ്റ്വർക്ക്. ലൊക്കേഷൻ ഓഫ് സെൻട്രലൈസ്ഡ് കൺട്രോൾ കണക്റ്റിംഗ് ഓൾ ഫയർ അലാം സിസ്റ്റം, ബിൽറ്റ് ഇൻ ഫയർ പ്രൊട്ടക്ഷൻ അറേഞ്ച്മെൻറ്റ്സ് ആൻഡ് പബ്ലിക് അഡ്രസ് സിസ്റ്റം. അതുപോലെ ഫയർ അലാം സിസ്റ്റവുമായി കണക്ട് ചെയ്തിട്ടുള്ള സെൻട്രലൈസ്ഡ് കൺട്രോളിൻ്റെ ലൊക്കേഷൻ. ലൊക്കേഷൻ ആൻഡ് ഡയമെൻഷൻ ഓഫ് സ്റ്റാറ്റിക് വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, പമ്പ് റൂം അലോങ് വിത്ത് ഫയർ സർവീസ് ഇൻലെറ്റ്സ് ഫോർ മൊബൈൽ പമ്പ് ആൻഡ് വാട്ടർ സ്റ്റോറേജ് ടാങ്ക്. അതുപോലെ വാട്ടർ സ്റ്റോറേജ് ടാങ്കിൻ്റെ ലൊക്കേഷൻ, ഡയമെൻഷൻ. Location and details of fixed fire protection installations such as sprinklers, wet risers, hose reels, trenches, etc. Fire protection installationന്റെ ഡീറ്റെയിൽസും ലൊക്കേഷനും. സ്പ്രിംഗ്ലർ, വെറ്റ് റൈസർ, ഹോസ് റീൽസ് പോലെയുള്ള ഫയർ പ്രൊട്ടക്ഷൻ ഇൻസ്റ്റലേഷൻ്റെ ഡീറ്റെയിൽസ്, ലൊക്കേഷൻ.
Next, location and details of first aid firefighting equipment or installations. Firefighting equipment in the details, locations. The next is second stage for building permit clearance. Then ഈ സ്റ്റേജ് 1 പ്ലാനിങ്ങിന് സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രക്ചറൽ പ്ലാനർ സെക്ഷൻ അതുപോലെ അതിൻ്റെ ഡിസൈൻ കാൽക്കുലേഷൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ സൈൻ ചെയ്ത കംപ്ലീറ്റ് സെറ്റ് അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം. ദെൻ ഇതും കൂടി സാങ്ഷൻ ആയാൽ മാത്രമേ ആ ഒരു കൺസ്ട്രക്ഷൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ. അഗ്രിഗേറ്റ് ഏരിയ ഓഫ് ഓപ്പണിംഗ് ഫോർ ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ എക്സ്ക്ലൂഡിംഗ് ഡോർസ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ. ഡോർ അല്ലാത്ത വെന്റിലേഷൻ ലൈറ്റിങ്ങിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അഗ്രിഗേറ്റ് ഏരിയ താഴെ പറയുന്ന വാല്യൂസിൽ കുറയരുത്. 1/10 ഓഫ് ദി ഫ്ലോർ ഏരിയ ഫോർ ഡ്രൈ ഹോട്ട് ക്ലൈമറ്റ്സ്, 1/6 ഓഫ് ദി ഫ്ലോർ ഏരിയ ഫോർ വെറ്റ് ഹോട്ട് ക്ലൈമറ്റ്സ്, 1/8 ഓഫ് ദി ഏരിയ ഫോർ ഇന്റർമീഡിയറ്റ് ക്ലൈമറ്റ്സ്, 1/12 ഓഫ് ദി ഫ്ലോർ ഏരിയ ഫോർ കോൾഡ് ക്ലൈമറ്റ്സ്. ഡ്രൈ ഹോട്ട് ക്ലൈമറ്റ്സ് ആണെങ്കിൽ ഫ്ലോർ ഏരിയയുടെ 1/10 ലൈറ്റിങ്ങിനും വെന്റിലേഷനും വേണ്ടി പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ വെറ്റ് ഹോട്ട് ക്ലൈമറ്റ്സ് ആണെങ്കിൽ ഫ്ലോർ ഏരിയയുടെ 1/6 ലൈറ്റിംഗ് വെന്റിലേഷൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാം. ഇന്റർമീഡിയറ്റ് ക്ലൈമറ്റ്സ് ആണെങ്കിൽ 1/8, കോൾഡ് ക്ലൈമറ്റ്സ് ആണെങ്കിൽ 1/12. നോ പോർഷൻ ഓഫ് ദി റൂം ഷോൾ ബി അസ്യൂംഡ് ടു ബി ലൈറ്റഡ് ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 7.5 മീറ്റർ ഫ്രം ദി ഓപ്പണിംഗ്. ഓപ്പണിങ്ങിൽ നിന്ന് 7.5 മീറ്റർ കൂടുതൽ ഡിസ്റ്റൻസിൽ വരുന്ന റൂമിൻ്റെ പോർഷൻ ആണെങ്കിൽ അവിടെ ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ വിൻഡോസ് എക്സ്റ്റേണൽ എയറിലേക്ക് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ വരാന്ത. ആ വരാന്തയുടെ വിഡ്ത്ത് 3 മീറ്ററിൽ കൂടാൻ പാടില്ല. ദ ഓപ്പണിങ്സ് ഇൻ കിച്ചൺ ഷോൾ ബി ഇൻക്രീസ്ഡ് ബൈ ദി 25% ഓഫ് ദി എബോവ് വാല്യൂ. കിച്ചണിൻ്റെ കേസിൽ ഈ ഓപ്പണിങ്സ് മുകളിൽ പറഞ്ഞ വാല്യൂവിനേക്കാൾ 25% കൂട്ടി കൊടുക്കാം. ഇത്രയുമാണ് സബ്മിറ്റഡ് ഇൻ കമ്പോസിഷൻ ഓഫ് ഡ്രോയിങ് എന്ന ഭാഗത്ത് വരുന്നത്. ജസ്റ്റ് പ്ലാൻ, സെക്ഷൻ ആൻഡ് എലിവേഷൻ എന്താണെന്നും then അതിൻ്റെ കൂടെ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിൽ അതുപോലെ സ്പെഷ്യൽ ബിൽഡിങ്സിൻ്റെ കേസിൽ 2 സ്റ്റേജിൽ ചെയ്യുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നുമാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.